പഴം അട ഓർ ബനാന അട. യെസ്, നല്ല പഴ അട എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മില്ല ബനാന അട. ബനാന അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരാൾക്ക് ഫുഡ് സെർവ് ചെയ്യുമ്പം അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ മനസ്സ് പറഞ്ഞ്. ഞങ്ങൾ കോഴിക്കോട്ടായിട്ട് ഒരു പ്രത്യേകതയുണ്ട്, അത് പറയാ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് പറയണം. കാരണം കോഴിക്കോട് എനിക്കത് മലബാർ ഏരിയക്കാർക്ക് നമ്മളൊരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാനും, അത് എത്ര ഇല്ലാത്തവരാണെങ്കിലും അവർ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര ഒരു എന്താ പറയാ സന്തോഷം. നമ്മൾ ഇങ്ങോട്ടൊക്കെ അത് കുറവാണ്. നമ്മുടെ ഹസ്ബൻഡ് ഒരിക്കല് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലൊരാൾ വന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേഗം അമ്മ പുള്ളിയെ വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നു. കുറച്ച് നേരം പുള്ളി സംസാരിച്ചിരുന്ന് പിന്നെ അമ്മ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയപ്പം, കാരണം അരുണും ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നില്ല, അമ്മ കോഴിക്കോട് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അമ്മ ഈ പുള്ളിക്ക് വീണ്ടും അവിടെ ഇരുന്ന് സംസാരിച്ച് അപ്പം ഈ പുള്ളി പോയി വീണ്ടും ഈ ഫുഡൊക്കെ കൊടുക്കുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഹസ്ബൻഡ് ചോദിച്ചു, അതാരും നിങ്ങളെ റിലേറ്റീവ്സ് ആരെങ്കിലും ആണോ? അപ്പം അമ്മ പറഞ്ഞു, അല്ല, അത് കേബിളിൻ്റെ പൈസ പിരിക്കാൻ വന്ന ആളെന്ന്. അത് ഹസ്ബൻഡ് ഇപ്പോഴും പറയും. കാരണം ഇവിടെയൊക്കെ കേബിളിലൊക്കെ പിരിക്കാൻ വന്ന അവരൊക്കെ ഒരു വെള്ളം പോലും അതെനിക്ക് തോന്നുന്നു നമ്മുടെ മലബാറിന്റെ ഈ സമയത്ത് ആ കോഴിക്കോട്ടിലെ എല്ലാ ആൾക്കാരെയും നമ്മൾ ഓർക്കണം, മലബാറിന്റെ ഒരു സ്നേഹം. അപ്പോ അവിടുത്തെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് സ്മിഷ ഇലയടയെ കൊണ്ട് നടന്നു വരികയാണ്. മന്ദം നടന്ന ഒരു പിങ്കി നോക്കട്ടെ. സിമ്പിൾ, ഓവർ മധുരമില്ല, പിന്നെ ഒരു നാടൻ അതാണ് വീട്ടിൽ പോയ പോലെയുള്ള ഒരു ഫീല്. നല്ല രസമായിട്ട് ശരിക്കും പറഞ്ഞാൽ പഴത്തിന്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. പാകം മധുരം, അതിൻ്റെതായ പുളി ഉണ്ട്, ആ പഴത്തിലൊരു പുളി മധുരം ഉണ്ടല്ലോ. നല്ല രസമുള്ളൊരു സ്നാക്കാണ് ഇത്. ശരിക്കും എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. സത്യം, ഭാവന അവിടെ നിന്ന് വയലിൻ വായിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മളൊന്നും ഇതൊന്നും പഠിച്ചില്ലല്ലോ. അതൊക്കെ ഞാൻ ആക്ച്വലി മക്കളെയും ഓരോന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അവർക്ക് ഈ എല്ലാം പെട്ടെന്ന് വേണം. അതെ ഇതൊക്കെ നമുക്ക് കൊതിയാണ് അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും.